കർണാടകയിലെ മൈസൂരിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമം മാണ്ഡ്യ. ഇവിടെ 10 വയസ്സുകാരൻ അരവിന്ദ് അമ്മ ലക്ഷ്മിയോടൊപ്പം പുതിയ വീട്ടിലേക്ക് മാറി. വീട് 2 നിലയുള്ള പഴകിയ ഒരു കെട്ടിടമാണ് മാണ്ഡ്യയിലെ ഒരു ഇടുങ്ങിയ തെരുവിന്റെ അറ്റത്ത്. മേൽക്കൂരയിലെ ഓടുകൾ പലതും പൊട്ടിയിരിക്കുന്നു. നേർത്ത ജനാലകളിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് കയറുന്നു. പക്ഷേ അരവിന്ദിനെ വിറപ്പിച്ചത് തണുപ്പല്ല, അമ്മയുടെ പുതിയ ഭർത്താവ് മഹേഷായിരുന്നു. ലക്ഷ്മി അവനെ മൃദുവായി മുന്നോട്ട് തള്ളി. "അരവിന്ദ്, വാ, നിന്റെ പുതിയ അച്ഛനോട് ഹായ് പറയ്." പക്ഷേ അരവിന്ദ് നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. മഹേഷിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു വിചിത്രമായ ഭയം അവന്റെ ശരീരത്തിലൂടെ പടർന്നു. ആ കണ്ണുകൾ ഇരുണ്ടതും തണുത്തതും ഒരു വികാരവും ഇല്ലാത്തതുമായിരുന്നു. മഹേഷ് പുഞ്ചിരിച്ചു, പക്ഷേ ആ പുഞ്ചിരിയിൽ ഊഷ്മളത ഒട്ടുമുണ്ടായിരുന്നില്ല. "ഹായ് അച്ഛാ," അരവിന്ദ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മഹേഷ് ഒരു ചുവട് മുന്നോട്ടുവെച്ച് അവന്റെ തോളിൽ കൈവച്ചു അല്പം ശക്തിയായി അമർത്തി. "നല്ല കുട്ടി, നമ്മളൊരു സന്തോഷമുള്ള കുടുംബമാകും, അല്ലേ ലക്ഷ്മി?" അവൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞു. ലക്ഷ്മി കണ്ണുകൾ തിളങ്ങി പുഞ്ചിരിച്ചു. "തീർച്ചയായും അരവിന്ദ്, നീ മഹേഷിനോട് നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ." അരവിന്ദിന്റെ ഉള്ളിൽ എന്തോ ഒരു വിളി ഉയർന്നു, പക്ഷേ അവനൊന്നും പറഞ്ഞില്ല. ആ രാത്രി അത്താഴവിരുന്ന് നിശബ്ദമായിരുന്നു. ലക്ഷ്മി തന്റെ ജോലിയെക്കുറിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ചും വാചാലയായി. പക്ഷേ മഹേഷ് അരവിന്ദനെ തന്നെ നോക്കുകയായിരുന്നു. കരണ്ടിവായിൽ വെക്കുന്ന ഓരോ നിമിഷവും ആ കണ്ണുകൾ അവനെ വിഴുങ്ങുന്നതുപോലെ. "നിന്റെ സ്കൂളിൽ ഇന്ന് എന്താണ് പഠിച്ചത്?" മഹേഷ് പെട്ടെന്ന് ചോദിച്ചു. അരവിന്ദ് ഒരു നിമിഷം തറഞ്ഞു. "കണക്ക്," അവൻ പതുക്കെ മറുപടി പറഞ്ഞു. മഹേഷ് വീണ്ടും പുഞ്ചിരിച്ചു, പക്ഷേ അതൊരു പരിഹാസം പോലെ തോന്നി. പെട്ടെന്ന് അവൻ കൈനീട്ടി അരവിന്ദിന്റെ മുടിയിൽ തലോടി. "നിന്റെ മുടി നല്ല മൃദുവാണ്," അവൻ മന്ത്രിച്ചു. അരവിന്ദിന്റെ തലയോട്ടിയിൽ ഒരു കുളിര് പടർന്നു. "വേണ്ട പ്ലീസ്." അവൻ അറിയാതെ പിന്നോട്ടു മാറി. മഹേഷ് ചിരിച്ചു. "എന്താ ഇതൊക്കെ സ്നേഹം കാണിക്കലല്ലേ?" ലക്ഷ്മി ആകെ അസ്വസ്ഥയായി. "അരവിന്ദ്, ഇങ്ങനെ പെരുമാറല്ലേ." അരവിന്ദിനുള്ളിൽ നിന്ന് എന്തോ ഒരു കൂക്കുവിളി ഉയർന്നു. പക്ഷേ അമ്മയുടെ കണ്ണുകളിൽ മഹേഷിനോടുള്ള അന്ധമായ വിശ്വാസം കണ്ടപ്പോൾ അവൻ മിണ്ടാതായി. ആ രാത്രി പുതിയ മുറിയിൽ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തണുത്ത കാറ്റിൽ കർട്ടനുകളാടി. എന്തോ ഒരു ഭയം, ആരോ തന്നെ നോക്കുന്നതുപോലെ. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം. ഹൃദയം വേഗത്തിൽ മിടിച്ചു. മന്ദം മന്ദം ഒരു കനത്ത കാൽപ്പെരുമാറ്റം. "നീ ഉറങ്ങിയോ?" മഹേഷിന്റെ സ്വരം തണുത്തതും ഭീതിതവുമായി. അരവിന്ദ് ശ്വാസം പിടിച്ചു, മിണ്ടാതെ കിടന്നു. മഹേഷിന്റെ ശ്വാസം അവന്റെ പുതപ്പിന് പിന്നിൽ തൊട്ടുതൊട്ടില്ല എന്ന മട്ടിൽ. ഒരു നിമിഷം, ഒരു യുഗം പോലെ. ഒടുവിൽ കാൽപ്പെരുമാറ്റമകന്നു, വാതിലടഞ്ഞു. അരവിന്ദിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി, തലയിണ നനഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവനറിയില്ലായിരുന്നു. പക്ഷേ ഒന്നുമാത്രം ഉറപ്പായിരുന്നു, ഇനി ഒന്നും ശരിയാകില്ല. പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവന്റെ വയറ്റിൽ ഒരു കെട്ടുപോലെ. അവന്റെ ഉറ്റ സുഹൃത്ത് വിനോദ്, നേർത്ത ശരീരവും കുറ്റിമുടിയുമുള്ള ഊർജ്ജസ്വലനായ ഒരു കുട്ടി ചോദിച്ചു, "നിനക്കെന്തുപറ്റി? മുഖം വല്ലാതെയിരിക്കുന്നു." "ഒന്നുമില്ല," അരവിന്ദ് കള്ളം പറഞ്ഞു. വിനോദ് സംശയിച്ചെങ്കിലും അവൻ കൂടുതൽ ചോദിച്ചില്ല. അരവിന്ദിന് എല്ലാം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആരാണ് തന്നെ വിശ്വസിക്കുക? വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ മഹേഷ് അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ലക്ഷ്മി, അവന്റെ അമ്മ, മാർക്കറ്റിലേക്ക് പോയി കുറച്ച് താമസിക്കും, മഹേഷ് പറഞ്ഞു. അരവിന്ദിന്റെ നെഞ്ചിൽ ഒരു മുറുക്കം. "ഇങ്ങോട്ട് വാ," മഹേഷ് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അരവിന്ദ് മടിച്ച് പതുക്കെ നടന്നു. മഹേഷ് അവന്റെ തോളിൽ കൈവച്ച്, "നിനക്കെന്നെ പേടിയാണോ?" അരവിന്ദിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. "പേടിക്കേണ്ട, നമ്മൾ വളരെ അടുപ്പമുള്ളവരാകും." മഹേഷിന്റെ വാക്കുകൾ ഒരു വിഷസർപ്പത്തിന്റെ ചീറ്റൽ പോലെ. അന്ന് രാത്രി ലക്ഷ്മി വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോൾ മഹേഷിന്റെ പെരുമാറ്റം കൂടുതൽ ഭയാനകമായി. "ഇന്ന് രാത്രി നമ്മൾ മാത്രമാണ് അരവിന്ദ്," അവൻ മന്ദഹസിച്ചു. അരവിന്ദ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. "ഞാൻ ക്ഷീണിതനാണ്, ഉറങ്ങാൻ പോകുന്നു," അവൻ പറഞ്ഞു. പക്ഷേ മഹേഷ് തടഞ്ഞു. "നിനക്ക് എന്റെ മുറിയിൽ ഉറങ്ങാം." അരവിന്ദിന്റെ ഹൃദയം മുങ്ങിത്താഴ്ന്നു. "ഇല്ല, എന്റെ മുറിയിൽ മതി." അവൻ പിന്നോട്ട് നീങ്ങി. മഹേഷ് എഴുന്നേറ്റു. "നിന്റെ ഇഷ്ടം ഞാൻ ചോദിച്ചില്ല." ആ രാത്രി അരവിന്ദ് മഹേഷിന്റെ മുറിയിൽ ഭയത്താൽ വിറച്ചുകിടന്നു. മഹേഷ് അവന്റെ അടുത്ത്, വളരെ അടുത്ത്. "നിന്റെ അമ്മ ഭാഗ്യവതിയാണ്, ഞാൻ അവളെ നോക്കുന്നുണ്ടല്ലോ," അവൻ മന്ത്രിച്ചു. അരവിന്ദ് കണ്ണുകൾ ഇറുക്കിയടച്ചു. മഹേഷിന്റെ കൈ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. "നിന്റെ അമ്മയെ ദുഃഖിപ്പിക്കാൻ നിനക്ക് വേണോ?" അവന്റെ ശബ്ദം ഭീഷണിയായി. അരവിന്ദിന്റെ ശരീരം തണുത്തുറഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ രാത്രി അവന്റെ കണ്ണീർ തലയിണയിൽ ഒലിച്ചിറങ്ങി. മഹേഷ് അവനെ ഉപദ്രവിച്ചു. "നിന്റെ വായ തുറന്നാൽ നിന്റെ അമ്മയോട് നിന്റെ കള്ളം പറയും" എന്ന് ഭീഷണിപ്പെടുത്തി.
അരവിന്ദിന് ഇനി ഒരു ദിവസം പോലും അവിടെ തുടരാൻ കഴിയില്ലായിരുന്നു. അവന്റെ ഒരേയൊരു പോംവഴി ഓട്ടമായിരുന്നു. ആ രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ അവൻ പുതപ്പ് മാറ്റി ജനാല തുറന്നു ഇരുട്ടിലേക്ക് ചാടി. മാണ്ഡ്യയുടെ തെരുവുകളിലൂടെ അവൻ ഓട്ടി, പിന്നോട്ട് നോക്കാതെ. തണുപ്പ് അവന്റെ ശരീരത്തെ കുത്തിനോവിച്ചു, പക്ഷേ ഓട്ടം നിർത്തിയില്ല. പുലർച്ചയോടെ അവൻ മാണ്ഡ്യയ്ക്ക് പുറത്തെത്തി. പക്ഷേ ഒരു 10 വയസ്സുകാരന് എവിടേക്കാണ് പോകേണ്ടത്? വിനോദിന്റെ വീട്ടിലേക്ക് പോയാൽ മഹേഷ് അവനെ കണ്ടെത്തും. പോലീസ്. ആര് തന്റെ കഥ വിശ്വസിക്കും? അരവിന്ദ് തെരുവുകളിൽ അലഞ്ഞു. വിശപ്പ്, തണുപ്പ്, ഏകാന്തത. മൈസൂരിലെ ഒരു പാർക്കിൽ മറ്റു കുട്ടികൾ കളിക്കുന്നത് അവൻ ദൂരെ നിന്ന് നോക്കി. ഒരു കാലത്ത് തനിക്കും അങ്ങനെയൊരു ജീവിതമുണ്ടായിരുന്നു, ഒരു വീട് സ്നേഹിക്കുന്ന അമ്മ. ഇപ്പോൾ അവനൊരു അപരിചിതനാണ്. ഒരു മനുഷ്യൻ അവനോട് സംസാരിച്ചു. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? വീടില്ലേ? അരവിന്ദ് പേടിച്ച് പിന്നോട്ടു മാറി. ഞാൻ പോകുന്നു. അവൻ ഓട്ടി. പോലീസ് തന്നെ മഹേഷിന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുപോകുമോ എന്ന ഭയത്തിൽ. രാത്രി ഒരു പഴയ ബെഞ്ചിൽ അവൻ കിടന്നു. തണുപ്പിൽ വിറച്ചു. പെട്ടെന്ന് ഒരു മനുഷ്യൻ അടുത്തു വന്നു. നിനക്ക് വിശക്കുന്നുണ്ടോ? എന്റെ കൂടെ വാ, ഭക്ഷണം തരാം. പക്ഷേ ആ മനുഷ്യന്റെ കണ്ണുകളിൽ ഒരു അപകടം അരവിന്ദ് കണ്ടു. അവൻ എഴുന്നേറ്റ് ഓട്ടി, ശ്വാസം കിട്ടാതെ ഒരു ഇടുങ്ങിയ തെരുവിൽ വീണു. അവൻ രക്ഷപ്പെട്ടു. പക്ഷേ എത്രനാൾ ഇങ്ങനെ ഓടാനാകും? ഒരു 10 വയസ്സുകാരൻ ഒറ്റയ്ക്ക് ലോകത്തിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ. 20 വർഷങ്ങൾ കടന്നുപോയി. മൈസൂരു നഗരത്തിന്റെ തിരക്കേറിയ ഒരു തെരുവിൽ ഒരു നേർത്ത കാറ്റുവീശി. ചമ്മന്തിപ്പൂക്കളുടെ മണവും പുതിയ ദോശയുടെ ഗന്ധവും. എല്ലാം പഴയതുപോലെ. പക്ഷേ ഒരാൾ മാറിയിരുന്നു, അരവിന്ദ്. ഇപ്പോൾ അവൻ ഒരു വിജയകരമായ വ്യവസായി, ശക്തനും സമ്പന്നനും. അവൻ മാണ്ഡ്യയിലേക്ക് തിരിച്ചെത്തിയത് ഓർമ്മകൾക്ക് വേണ്ടിയല്ല, തന്റെ ജീവിതം തകർത്ത മഹേഷിനോട് പ്രതികാരം ചെയ്യാനാണ്. അരവിന്ദ് മാണ്ഡ്യയുടെ ഇടുങ്ങിയ തെരുവുകളിലൂടെ നടന്നു. പഴയ ചായക്കട, ചാമുണ്ഡി ക്ഷേത്രത്തിന്റെ മണിനാദം എല്ലാം അവനെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ആരും അവനെ തിരിച്ചറിഞ്ഞില്ല. അവർക്ക് അവനൊരു അന്യനാണ്, ചുള്ള മുടിയും കോട്ടും ധരിച്ച ഒരു അന്യൻ. പക്ഷേ അവന്റെ ഉള്ളിൽ ആ പഴയ 10 വയസ്സുകാരന്റെ വേദന ഇപ്പോഴും ജീവിച്ചിരുന്നു. മഹേഷ് ഇപ്പോൾ ഒരു ദയനീയനാണ്. വാർദ്ധക്യം അവന്റെ ശരീരത്തെ തളർത്തി, ഒരു പൊളിഞ്ഞ വീട്ടിൽ, ദാരിദ്ര്യത്തിൽ. പക്ഷേ അവന്റെ അഹന്ത ഇപ്പോഴും അവിടെ തന്നെ. അരവിന്ദ് ആ വീടിന് മുന്നിൽ നിന്നു. വാതിൽ തുറന്നപ്പോൾ മഹേഷ് പുറത്തുവന്നു. നരച്ച മുടി, വിറയ്ക്കുന്ന കൈകൾ, പക്ഷേ കണ്ണുകളിൽ ആ പഴയ അഹന്ത. നിന്റെ മുഖം പരിചിതമാണ്. നീ ആരാണ്? മഹേഷ് ചോദിച്ചു. അരവിന്ദ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പുഞ്ചിരിച്ചു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു മഹേഷ്. മഹേഷിന്റെ മുഖം വിളറി. ആ അരവിന്ദ്. അവന്റെ ശബ്ദം വിറച്ചു. നിനക്ക് തോന്നിയത് ശരിയാണ്. ഞാൻ തിരിച്ചെത്തി. അരവിന്ദിന്റെ വാക്കുകൾ തണുത്തതായിരുന്നു. മഹേഷ് പിന്നോട്ടു മാറി. നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ കുറ്റങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടണം, അരവിന്ദ് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് മാണ്ഡ്യയിലെ പ്രധാന ചത്വരത്തിൽ ജനം കൂടി. അരവിന്ദ് തന്റെ കഥ പറഞ്ഞു. മഹേഷിന്റെ ക്രൂരത, തന്റെ വേദന. അവൻ മെഡിക്കൽ റിപ്പോർട്ടുകൾ, തെളിവുകൾ എല്ലാം ജനങ്ങളെ കാണിച്ചു. ഇവന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, രാത്രിയിൽ ഒരു പഴയ അയൽവാസി ഗീതമ്മ പറഞ്ഞു. അവന്റെ ശരീരത്തിലെ പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അടുത്തുള്ള കടക്കാരൻ രാമു പറഞ്ഞു. ജനം ഞെട്ടി ദേഷ്യപ്പെട്ടു. മഹേഷ് അവിടേക്ക് വന്നു. നിന്റെ കള്ളം ആരും വിശ്വസിക്കില്ല എന്ന് അലറി. പക്ഷേ ജനത്തിന്റെ കണ്ണുകൾ അവനെ കുറ്റപ്പെടുത്തി. പോലീസെത്തി. മഹേഷ്, നിന്റെ അറസ്റ്റ് വാറന്റുണ്ട്, കുട്ടികൾക്കെതിരായ ഉപദ്രവത്തിന്. മഹേഷ് അലറി. നിന്നെ ഞാൻ വെറുതെ വിടില്ല അരവിന്ദ്. പക്ഷേ അരവിന്ദ് ശാന്തനായി. നിന്റെ ശക്തി ഇനിയൊന്നുമല്ല മഹേഷ്. മഹേഷിനെ കൈവിലങ്ങ് വീട്ട് പോലീസ് കൊണ്ടുപോയി. ജനം കൈയടിച്ചു. അവസാനം പോലീസ് സ്റ്റേഷനിൽ അരവിന്ദ് മഹേഷിനെ ഒരിക്കൽ കൂടി നേരിട്ടു. നിന്റെ ജീവിതം തന്നെ നിന്നെ ശിക്ഷിച്ചു, അരവിന്ദ് പറഞ്ഞു. മഹേഷ് ഒരു വാക്കുപോലും പറയാതെ തലകുനിച്ചു. പുറത്ത് ലക്ഷ്മി കാത്തുനിന്നു, കണ്ണീരോടെ. എന്നോട് ക്ഷമിക്കൂ മോനെ, അവർ കരഞ്ഞു. ക്ഷമിക്കുന്നത് മറക്കലല്ല അമ്മേ, അരവിന്ദ് ശാന്തമായി പറഞ്ഞു. അവൻ മുന്നോട്ട് നടന്നു. ലക്ഷ്മിയെ അവിടെ ഉപേക്ഷിച്ചു. പിറ്റേന്ന് മഹേഷിനെ ജയിലിലേക്ക് കൊണ്ടുപോയി. മാണ്ഡ്യയിലെ ജനം അവനെ അപമാനിച്ചു. അരവിന്ദ് ദൂരെ നിന്ന് ഇതെല്ലാം നോക്കി. ഒരു നേർത്ത കാറ്റ് വീശി. അവന്റെ നെഞ്ചിൽ ഒരു ഭാരമില്ലാതായി. അവൻ മാണ്ഡ്യ വിട്ടു, പിന്നോട്ടു നോക്കാതെ. ആകാശം അന്ന് എപ്പോഴും കാണാത്തത്ര നീലമായിരുന്നു.